ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അലയൊലികൾ തമിഴ്നാട്ടിലേക്കും. സിനിമാ മേഖലയിലുണ്ടാകുന്ന അതിക്രമങ്ങളെക്കുറിച്ച് തുറന്നടിച്ച് വീണ്ടും രാധിക ശരത് കുമാർ. തമിഴ് സിനിമയിലെ ഉന്നതനായ താരം യുവനടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന് രാധിക ശരത് കുമാർ വെളിപ്പെടുത്തി. ഇത് തമിഴകത്ത് വലിയ ചർച്ചയായി മാറുകയാണ്. മലയാള സിനിമാ മേഖലയിലാണ് പ്രശ്നങ്ങളുള്ളതെന്നും കോളിവുഡിൽ എല്ലാം ഭദ്രമാണെന്നും തമിഴ് സിനിമയിലെ പുരുഷ താരങ്ങൾ അവകാശപ്പെടുമ്പോഴാണ് രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തലെന്നതാണ് ശ്രദ്ധേയം. ഇതോടെ കോളിവുഡിലും അന്വേഷണമെത്തുമോ എന്ന ചർച്ച സജീവമാണ്. ചെന്നൈയിൽ പുതിയ സീരിയലുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് നടിയുടെ ആരോപണം. യുവനടിക്ക് നേരെയാണ് അതിക്രമമുണ്ടായത്. നടൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ ഇടപെടൽ കാരണമാണ് നടിയെ രക്ഷിക്കാനായത്. ഞാൻ ആ നടനോട് കയർത്തു. പിന്നാലെ ആ പെൺകുട്ടി എന്നെ കെട്ടിപ്പിടിച്ചു. ഭാഷ അറിയില്ലെങ്കിലും നിങ്ങളെന്നെ രക്ഷിച്ചുവെന്ന് എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞു. ആ പെൺകുട്ടി ഇന്നും എൻ്റെ നല്ല സുഹൃത്താണെന്നും രാധിക പറഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള നടന്മാർ ആദ്യം സ്വന്തം സിനിമാ മേഖലയിലെ സ്ത്രീകളെ സംരക്ഷിക്കണമെന്നും രാധിക കൂട്ടിച്ചേർത്തു. ഇപ്പോൾ പ്രമുഖ നായക നടന്റെ ഭാര്യയായ താരത്തിന് നേരെ വർഷങ്ങൾക്ക് മുൻപ് ലൈംഗികാതിക്രമമുണ്ടായെന്നാണ് രാധികയുടെ തുറന്നു പറച്ചിൽ. മലയാള സിനിമാ ലൊക്കേഷനിലെ ക്യാരവാനിൽ രഹസ്യമായി ക്യാമറ വച്ച് നടിമാരുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നും സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് ഈ ദൃശ്യങ്ങൾ കണ്ട് ചിരിക്കുന്നുവെന്നും നടുക്കത്തോടെയാണ് കഴിഞ്ഞ ദിവസം രാധിക ശരത് കുമാർ വെളിപ്പെടുത്തിയത്. എന്നാൽ ഏത് സിനിമയുടെ സെറ്റിലാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞിരുന്നില്ല. സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു. ഭയന്നുപോയ താൻ ക്യാരവാനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും രാധിക വെളിപ്പെടുത്തിയിരുന്നു. വലിയ നടുക്കത്തോടെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇടപെട്ട കേരളത്തിലെ പ്രത്യേക അന്വേഷണ സംഘം രാധിക ശരത് കുമാറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. സംഭവത്തിൽ കേസെടുക്കുന്നതുൾപ്പെടെയുള്ള തുടർ നടപടികൾ ശേഷമുണ്ടാകും. ക്യാരവാനിലെ ഒളിക്യാമറയെക്കുറിച്ചുള്ള അഭിമുഖത്തിന് തൊട്ടു പിന്നാലെ മോഹൻലാൽ തന്നെ ഫോണിൽ വിളിച്ചെന്നും രാധിക പറഞ്ഞു. തന്റെ സെറ്റിലാണോ ഇത് സംഭവിച്ചത് എന്ന് മോഹൻലാൽ തിരക്കി. എന്നാൽ സിനിമയുടെ പേര് പറയില്ലെന്ന് മറുപടി ലാലിന് നൽകിയെന്നാണ് രാധിക പറയുന്നത്. പവി കെയർടേക്കർ, ഇട്ടിമാണി, രാമലീല, ഗാംബിനോസ് എന്നീ ചിത്രങ്ങളിലാണ് നടി സമീപകാലത്ത് മലയാളത്തിൽ അഭിനയിച്ചത്. ഇതോടെയാണ് സംശയമുന 4 ചിത്രങ്ങളിലേക്ക് നീളുന്നത്. ഇതിൽ രാമലീലയും പവി കെയർടേക്കറും ദിലീപ് ചിത്രങ്ങളാണ്. ഇട്ടിമാണി മോഹൻലാൽ സിനിമയും. ഈ സാഹചര്യത്തിലാണ് 4 ചിത്രങ്ങളിലേക്ക് സംശയം നീളുന്നത്. അതിഗുരുതര നീക്കങ്ങളാണ് നടി രാധിക ഉയർത്തുന്നത്. മലബാറിലെ ഒരു മാഫിയ കുടുംബത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് ഗാംബിനോസ്. ഇതിലും അടുത്ത കാലത്ത് രാധിക അഭിനയിച്ചിരുന്നു. നവാഗതനായ ഗിരീഷ് പണിക്കർ സംവിധാനം ചെയ്ത ചിത്രമാണിത്. ചിത്രത്തിൽ നായകനായി എത്തുന്നത് സംവിധായകൻ വിനയന്റെ മകനായ വിഷ്ണുവായിരുന്നു. ലൊക്കേഷനിൽ കുറച്ച് പുരുഷന്മാരിന്ന് മൊബൈലിൽ വീഡിയോ കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരാളെ വിളിച്ച് കാര്യം തിരക്കിയപ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായത്. നടിമാർ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങളാണ് അവർ കണ്ട് ആസ്വദിച്ചിരുന്നത്. ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ ഫോൾഡറുകളായി സൂക്ഷിക്കുന്നുണ്ട്. നടിയുടെ പേര് അടിച്ചു കൊടുത്താൽ അത് കിട്ടും. ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലെ ക്യാരവാൻ താൻ ഉപയോഗിച്ചില്ല എന്നാണ് രാധിക പറഞ്ഞത്. ഇനി ഇങ്ങനെ ഉണ്ടായാൽ ചെരുപ്പൂരി അടിക്കുമെന്ന് പറയുകയും ചെയ്തു. ഒരുപാട് പേർ എൻ്റെ മുറിയിൽ വന്ന് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും രാധിക പറഞ്ഞിരുന്നു.